السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا محمدا صلى الله عليه وسلم عبده ورسوله أشرف مولود. صلى الله وسلم على سيدنا محمد وعلى آل سيدنا ومولانا محمد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يتلون كتاب الله وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. صدق الله مولانا العظيم. وقال سيدنا رسول الله صلى الله عليه وسلم: اقرأوا القرآن فإنه يأتي يوم القيامة شفيعا لأصحابه. صدق رسول الله صلى الله عليه وسلم. إن تتلوها خيفة من حر نار لظى أطفأت حر لظى من وردها الشبيب. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനികളെ, പരിശുദ്ധമായ റമളാൻ ഒരാഴ്ച പിന്നിട്ടു. രണ്ടാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ലാഭകരമായ ഒരു കച്ചവടത്തെ സംബന്ധിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയും കൂടിയാണ്. പരിശുദ്ധ റമളാനിൽ നമ്മുടെ നോമ്പിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, തെറ്റുകൾ ഇവിടെ പരാമർശിക്കുകയുണ്ടായി. ആ തെറ്റുകൾ നമ്മുടെ നാവ് വരുത്തിവെക്കുന്ന തെറ്റുകളാണ്. നോമ്പുകാരന്റെ നോമ്പിനെ നഷ്ടപ്പെടുത്തി കളയുന്ന ഗീബത്ത്, നമീമത്ത് എന്ന മാരകമായ രണ്ട് രോഗങ്ങൾ
അതിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഖൽബിനെ ബാധിക്കുന്ന രോഗമാണത്. അതുപോലെ പല ഖൽബിനെ ബാധിക്കുന്ന രോഗങ്ങളും ഉണ്ട്. കളവ് പറയുക, മറ്റൊരാളെ ഇൻസൾട്ട് ചെയ്യുക, ചീത്തവാക്കുകൾ പറയുക, അങ്ങനെ പലതും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കാറുണ്ട്. അതെല്ലാം നോമ്പിന്റെ ഫലം നഷ്ടപ്പെടുത്തി കളയും. എന്നാൽ ഇത്തരത്തിലുള്ള നാവിന്റെ വിനകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഇക്താറു തിലാവത്തിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക എന്നത്. ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ നാവിനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. നാവുകൊണ്ടുള്ള തെറ്റുകളിൽ നിന്ന് പരമാവധി രക്ഷപ്പെടാൻ സാധിക്കും. എത്രയോ ആളുകൾ അൽഹംദുലില്ലാഹ് പരിശുദ്ധ റമദാനിൽ നിരവധി ഖത്മ് ഓതി പൂർത്തീകരിക്കുന്നവർ ഉണ്ട്. അല്ലാഹു നമുക്കും അതിന് തൗഫീഖ് നൽകട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു, ഇഖ്റഉൽ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ ശഫീഅൻ ലിഅസ്ഹാബിഹി. മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൂ. ഫഇന്നഹു യഅതി യൗമൽ ഖിയാമ, ആ ഖുർആൻ തീർച്ചയായും അന്ത്യനാളിൽ നിങ്ങൾക്ക് ശുപാർശകനായി വരും. ശഫീഅൻ ലി അസ്ഹാബിഹി, ആ ഖുർആനിന്റെ ആളുകൾക്ക് ശുപാർശ ചെയ്യുന്ന വലിയ സബബായി പരിശുദ്ധ ഖുർആൻ ഉണ്ടാകുമെന്ന് ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതീർണമായ മാസം എല്ലാവർക്കും അറിയാം. ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ റമളാൻ അത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഖുർആൻ മാത്രമല്ല, മുൻകാലത്ത് കഴിഞ്ഞുപോയ മുമ്പുള്ള അമ്പിയാക്കളുടെ ഗ്രന്ഥങ്ങൾ അതും പരിശുദ്ധമായ റമളാൻ എന്ന മാസത്തിലാണ് ഇറങ്ങിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹാനായ നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകൾക്ക് അല്ലാഹു നൽകിയ ഏടുകൾ അത് നൽകപ്പെട്ടത് അവ്വല ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിലെ ആദ്യത്തെ രാത്രിയിലാണ്. അതുപോലെ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാമിന് തൗറാത്ത് നൽകപ്പെട്ടത് റമളാൻ 6-നാണ്. അതേപോലെ മറ്റ് ഗ്രന്ഥങ്ങളും റമളാനിൽ അവതീർണമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആനും റമളാനിലാണ് ഇറങ്ങിയത്. ആ ഖുർആൻ ഇറങ്ങിയ ദിവസത്തെയാണല്ലോ നമ്മൾ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഓതാൻ അറിയാവുന്ന ചെറിയ സൂറത്താണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ
1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരൊറ്റ രാത്രി. ആ രാത്രി ഇത്രയും പവിത്രമാകാൻ കാരണമെന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ആ ലൈലത്തുൽ ഖദ്റിലാണ് ഈ ഖുർആനിനെ നാം ഇറക്കിയത് എന്ന് അല്ലാഹു വ്യക്തമായി പറഞ്ഞു. ആ രാവ് ഏതാണ് നമുക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല സൂചനകളും നൽകി. റമദാനിലെ ഏത് രാത്രിയും ആകാം. എന്നാൽ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് റമദാനിലെ അവസാനത്തെ ഒറ്റയിട്ട ഏതോ ഒരു രാത്രിയിലാണ്. ഏത് രാത്രിയിലാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല. ഏതായാലും ഒരുപാട് അഭിപ്രായങ്ങൾ ആ വിഷയത്തിലുണ്ട്. ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു ദിവസം പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമദാനിലാണ് ഖുർആൻ ഇറങ്ങിയത് എന്നതിൽ ഒരു തർക്കവും ഇല്ല. ആ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമായിരിക്കണം തിലാവത്തുൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളം കാര്യങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാനിവിടെ ആരംഭത്തിൽ ഓർമ്മിപ്പിച്ചു, ലാഭകരമായ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് പറയാനുണ്ട് എന്ന്. അത് കേൾക്കുമ്പോ ചിലപ്പോൾ ചിലർക്ക് തോന്നും, എന്നാ പിന്നെ ഇന്ന് വന്ന മുതലായി നമുക്കാർക്കെങ്കിലും പറഞ്ഞു ലാഭകരമായ കച്ചവടം. പരിശുദ്ധ ഖുർആനാണ് അങ്ങനെ പറഞ്ഞത്. സൂറത്തു ഫാത്തിറിൽ നമുക്ക് കാണാം, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, നിശ്ചയം അല്ലാഹുവിന്റെ കിതാബാകുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകൾ, നാം അവർക്ക് നൽകിയതിൽ നിന്ന് സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ. ഈ 3 സ്വഭാവവും ഉള്ള ആളുകളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, യർജൂന തിജാറതൻ ലൻ തബൂർ. അവർ പ്രതീക്ഷിക്കുന്നതെന്താണ്? തിജാറതൻ, ഒരു വലിയ കച്ചവടത്തെയാണ്, വലിയ ബിസിനസിനെയാണ്. എങ്ങനത്തെ ബിസിനസ്സാണ്? ലൻ തബൂർ, അതിൽ നഷ്ടമില്ല, ലാഭം മാത്രമേ ഉള്ളൂ. അതിൽ നഷ്ടമില്ല. ബറാത്തിന്റെ അന്ന് രാവിലെ മീൻകാരൻ വിളിച്ചു പറഞ്ഞ ഞാൻ കേട്ടു എന്റെ ഉമ്മാനോട്, ഇന്ന് ആർക്കും മീന് വേണ്ട, മീന് തേച്ചും ബാക്കി ഇന്നാർക്കും മീന് വേണ്ട. ഉമ്മ അവനോട് പറഞ്ഞു, എനിക്കറിഞ്ഞൂടെ ഇന്ന് ബറാത്തിനാണ്, ഇന്നെല്ലാവരും ഇറച്ചി വാങ്ങൂലേ, അതുകൊണ്ട് ഓന്റെ അന്നത്തെ കച്ചവടം നഷ്ടത്തിലായി. അത് മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അന്ന് കുറച്ച് സാധനം കൊണ്ടുവന്നാ വയ്യായിരുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. ദുന്യാവിലെ ഏത് ചെറുതോ വലുതോ ആയ കച്ചവടമാകട്ടെ, അതിന്റെ സ്ഥിതി എന്താണ്? ചില ദിവസം നല്ല ലാഭം, ചില ദിവസം തീരെ കച്ചവടം കുറവ്. ഇപ്പൊ നമ്മുടെ ഖത്തറിലുള്ള സഹോദരങ്ങൾ അവരിങ്ങനെ ഓരോരുത്തർ വിളിച്ചു പറയാണ്, അവിടെ ഫുട്ബോൾ കഴിഞ്ഞതിന് ശേഷം വളരെ മോശമാണ്, വളരെ സിറ്റുവേഷൻ മോശമാണ്, കച്ചവടം ഇല്ല, പല ഷോപ്പുകളും അടച്ചുപോയി. കാരണം പല നിർമ്മാണ പ്രവർത്തനങ്ങളും അവസാനിച്ചു, വികസിച്ച് എല്ലാം അവസാനിച്ച്. അതുകൊണ്ട് ഒരുപാട് തൊഴിലാളികളെ കമ്പനികൾ കയറ്റിവിട്ട് നാട്ടിലേക്ക്. അതുകൊണ്ട്
ഓരോ സ്ഥലങ്ങളിലും സൂപ്പർ മാർക്കറ്റും കഫ്റ്റീരിയയും മറ്റ് ഷോപ്പുകളും തുടങ്ങിയ ആളുകൾ കച്ചവടം ഇല്ലാതെ പ്രയാസപ്പെടുന്നു. അതേസമയം കുറച്ച് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ദുബായിൽ വലിയ പ്രതിസന്ധി വന്നപ്പോഴും ഖത്തർകാര് പറഞ്ഞെന്താ, ഖത്തറിന് യാതൊരു കുഴപ്പമില്ല, നല്ല ഉഷാർ കച്ചവടമുണ്ട്. അപ്പൊ അങ്ങനെയാണ് അള്ളാഹു എല്ലാവരുടെയും കച്ചവടത്തിലും ബിസിനസ്സിലും അള്ളാഹു ലാഭം നൽകട്ടെ, പുരോഗതി നൽകട്ടെ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ്, നമ്മുടെ ഈ പരിപാടി ഇവിടെ ഇരിക്കുന്ന ആളുകൾ മാത്രമല്ല, എത്രയോ ആളുകൾ ഈ പരിപാടി ഇതിനു ശേഷം പിന്നെയും യൂട്യൂബിലൂടെ കേൾക്കുന്നുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല ബറക്കത്ത് നൽകട്ടെ. പ്രവാസികളായ നമ്മുടെ സഹോദരങ്ങൾ അവരെത്രയോ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് പരിശുദ്ധമായ ദീനിനു വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ വൃത്തിയായി നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞത്, ഈ സ്ഥലം നമുക്ക് വാങ്ങാൻ കഴിഞ്ഞത്, ഈ ബിൽഡിംഗ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇതിന്റെ പങ്കുചേരുന്ന കാര്യത്തിൽ മഹാഭൂരിഭാഗവും പ്രവാസ ലോകത്തുള്ള സഹോദരങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അൽഹംദുലില്ലാഹ്, അവർക്കെല്ലാം ഇവിടെ ഏത് പരിപാടി നടന്നാലും നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ദുആ ചെയ്താലും ഇല്ലെങ്കിലും ഇതിന്റെ എല്ലാം പ്രതിഫലത്തിന്റെ വിഹിതം അവർക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്ക് വേണ്ടി എപ്പോഴും നമ്മൾ ദുആ ചെയ്യണം, അവരെ ഓർമ്മിക്കണം. അല്ലാഹു തആല നമ്മുടെ വീടുകളിൽ നിന്ന് ഗൾഫ് നാടുകളിൽ പോയി അധ്വാനിച്ച് പ്രവർത്തിക്കുന്ന സഹോദരങ്ങൾക്കെല്ലാം അവരുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കട്ടെ. അപ്പൊ കച്ചവടത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കച്ചവടം ലാഭകരമായ കച്ചവടവുമുണ്ട്, നഷ്ടമുള്ളതുമുണ്ട്. ചില ആളുകൾ തുടങ്ങിയത് മുതൽ നഷ്ടം തന്നെയാണ് എന്ന് തന്നെ പറയും, അങ്ങോട്ട് കൂട്ടിയിടലാണെന്ന് പറയും, ഒന്നും കിട്ടുന്നില്ല എന്ന് പറയും, ചെലവ് കഴിഞ്ഞു പോകുന്നതല്ലാതെ മിച്ചം വെക്കാനൊന്നുമില്ല എന്ന് പറയും. ഞാൻ ഇതൊക്കെ ഇങ്ങനെ വ്യക്തമായി പറയുന്നത് എന്തിനാണെന്നറിയോ? നമ്മുടെ ദർസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിവസം നിങ്ങൾ 6000 രൂപ നൽകണം, ഇവിടെ മുത്തഅല്ലിമീങ്ങളുടെ ഭക്ഷണത്തിലേക്ക് മറ്റ് ചെലവിലേക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ സഹോദരങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോൾ പലരും പറയുന്ന കാര്യമാണ്. അവരുടെ ബിസിനസിനെ സംബന്ധിച്ച്, അവരുടെ ജോലിയെ കുറിച്ച്, അവരുടെ കച്ചവടത്തെ സംബന്ധിച്ച്. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലായ കാര്യമാണ്, അല്ലാതെ ഞാനൊരു കച്ചവടവും തുടങ്ങിയിട്ടില്ല. ലാഭകരമായ കച്ചവടവും നഷ്ടമുള്ള കച്ചവടവും, ലാഭമില്ല നഷ്ടമില്ല ഏവറേജ് ഇങ്ങനെ പോകുന്ന കച്ചവടമൊക്കെ ഉണ്ടാവും ദുനിയാവിൽ. ബാക്കി ഉദാഹരണങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ചോളൂ. അതേസമയം പരിശുദ്ധ ഖുർആൻ ഇപ്പറഞ്ഞ കച്ചവടത്തിൽ നഷ്ടമെന്നൊരു പരിപാടിയേ ഇല്ല. തിജാറത്തൻ, തിജാറത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, കച്ചവടം. തിജാറത്തൻ ലൻ തബൂർ, നഷ്ടമില്ലാത്ത കച്ചവടം. ഏതാണത്? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്കൊരിക്കലും ഒരു നഷ്ടവും വരുന്നില്ല. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിക്കാം. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ ഖുർആനിൽ നിന്ന്, കിതാബിൽ നിന്ന് ഒരു ഹർഫിനെ ഒരാൾ പാരായണം ചെയ്താൽ, ഫലഹു ഹസനത്തുൻ, അവന് ഒരു ഹസനത്ത് അല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഒരു ഹസനത്ത് നൽകി അങ്ങ് വിട്ടുകൂടൂല. വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹാ, ഒരു ഹസനത്ത് 10 ഇരട്ടിയാക്കിയിട്ടാണ് അല്ലാഹു തആല നൽകുന്നത്. എന്നിട്ട് മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുകയാണ്, ലാ അഖൂലു അലിഫ് ലാം മീം
ഹർഫുൻ. പരിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളുടെയും തുടക്കത്തിൽ നമ്മൾ ഓതുന്നില്ലേ? സൂറത്തുൽ ബഖറയുടെ തുടക്കത്തിലും നമ്മൾ ഓതുന്നില്ലേ? അലിഫ് ലാം മീം. ഇത് ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലാകിൻ അലിഫുൻ ഹർഫുൻ. അലിഫ് ഒരു ഹർഫാണ്. വലാമുൻ ഹർഫുൻ. ലാം ഒരു ഹർഫാണ്. വമീമുൻ ഹർഫുൻ. മീമും ഒരു ഹർഫാണ്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നാവ് കൊണ്ട് പരിശുദ്ധ ഖുർആൻ മറിച്ച് അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്യുമ്പോൾ, ആ ഒരൊറ്റ തുടക്കമോതുമ്പോൾ തന്നെ 30 ഹസനത്ത് രേഖപ്പെട്ടു കഴിഞ്ഞു നമുക്ക് നമ്മുടെ ഏടിൽ. 30 ഹസനത്ത്. അലിഫ് ലാം മീം ഓതുമ്പോൾ 30 ഹസനത്ത് ലഭിച്ചു. നിങ്ങൾ നോക്ക്, ഒരു 3 സെക്കൻഡ് അല്ലെങ്കിൽ 4 സെക്കൻഡ് അല്ലേ നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ നാവിനെ? അപ്പോൾ ലാഭം കിട്ടിയതോ 1 അല്ല 10 അല്ല 30 ഹസനത്ത് ലഭിച്ചു. ഇനിയോ ഈ കച്ചവടം നമ്മൾ ചെയ്യുന്നത് സീസൺ സമയത്താണെങ്കിലോ, ആ സീസണാണ് പരിശുദ്ധ റമളാൻ. സീസണിൽ നല്ലോണം കച്ചവടമുണ്ടാകും, ലാഭവും ഉണ്ടാകും. ഈ റമളാനിൽ ഒരു ഹസനത്ത് ചെയ്താൽ, സാധാരണ ഒരു ഹസനത്തിന് 10 ഇരട്ടിയാണെങ്കിൽ റമളാനിൽ ഒന്നിന് 70 മുതൽ 700 വരെ എന്ന് പറയുന്നു ചില പണ്ഡിതന്മാര്. അതിലുമേറെ പ്രതിഫലം അല്ലാഹു തആല ഫസ്വാഇദൻ എന്നാണ് പറഞ്ഞത്. 70 മുതൽ 700 വരെയോ അതിനപ്പുറമോ നൽകും അല്ലാഹു തആല. റഹ്മത്തിന്റെ കവാടങ്ങൾ മുഴുവനും തുറന്നു വെച്ച സമയമാണല്ലോ. അതുകൊണ്ട് റമളാനിൽ നമ്മൾ ഏറ്റവും ചെറുത് തന്നെ എടുത്താൽ 70 പ്രതിഫലം. അലിഫ് എന്ന് ഓതുമ്പോൾ, ഉച്ചരിക്കുമ്പോൾ 70 പ്രതിഫലം. അലിഫ് ലാം മീം എന്ന് ഓതുമ്പോൾ 370 എത്രയായി? കണക്ക് പറഞ്ഞൂടെ? 370 എത്രയായി? 280 അല്ല 210. അപ്പൊ എനിക്ക് അറിഞ്ഞൂടാത്ത കണക്ക്. 210 ഹസനത്ത് അല്ലാഹു അലിഫ് ലാം മീം എന്ന് ഓതുമ്പോഴേക്ക് നമുക്ക് തന്നു. സൂറത്തുൽ ബഖറ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ, അല്ലേ? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പോ നിങ്ങൾ ചിന്തിച്ചോ, ഈ കച്ചവടം ലാഭമാണോ നഷ്ടമാണോ? ലാഭം മാത്രമുള്ള കച്ചവടം. തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടമില്ല. ഇത് ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ അനുഗ്രഹമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലദീ യഖറഉൽ ഖുർആന വഹുവ മാഹിറുൻ ബിഹി മഅസ് സഫറത്തിൽ കിറാമിൽ ബററാ. ഖുർആൻ അറിഞ്ഞ് നിപുണനായ ഒരാൾ അത് പാരായണം ചെയ്യുമ്പോൾ മഹാന്മാരുടെ കൂടെയാണ് അവന്റെ സ്ഥാനം. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ സംശയമുണ്ടാകും, അതിലെ ആശയങ്ങളൊന്നും അത്രയൊന്നും അറിയില്ലല്ലോ. ഓതുന്നതറിയാം. ആശയം അറിഞ്ഞു ഓതുന്നവർക്ക് വലിയ പ്രതിഫലം ഉണ്ട്. അർത്ഥം അറിഞ്ഞ് ഓതണം എന്ന് നിർബന്ധമൊന്നുമില്ല. അർത്ഥം അറിയാത്ത ആളുകളും ഇത് അല്ലാഹുവിന്റെ കലാമാണ് ണെന്ന ബോധ്യത്തോടെ ആദരവോടെ പാരായണം ചെയ്യുമ്പോൾ സുബ്ഹാനല്ലാഹ്, ആ ഖുർആൻ ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി, അതിന്റെ ആളുകൾക്ക് ശുപാർശകനായി വരും. ദുനിയാവിൽ തന്നെ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാവ് അതിനെ സൂക്ഷിക്കാൻ പറ്റിയ വലിയ ഒരു ചികിത്സാ മാർഗമാണ്, മരുന്നാണ് ഖുർആനിന്റെ പാരായണം. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട്
ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ഉദാഹരണം മസലുൽ ഉത്റുജ, ഓറഞ്ച് പോലെയാണ്. അല്ല, ഞാൻ നിങ്ങളെ കാണില്ല, ഇത് പറയുമ്പോ നിങ്ങൾ കൂടി പാണകൊണ്ട്. മസലുൽ ഉത്റുജ, ഓറഞ്ച് പോലെയാണ്. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ, ഖുർആൻ ഓതുന്ന ഒരു വിശ്വാസിയുടെ ഉദാഹരണം, ഉപമ മസലുൽ ഉത്റുജ, ഓറഞ്ച് പോലെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നു. എന്താ അതിന്റെ കാരണം? റീഹുഹാ ത്വയ്യിബുൻ വതഅമുഹാ ത്വയ്യിബുൻ, ആ ഓറഞ്ചിന്റെ വാസന സുഗന്ധമാണ്, ദുർഗന്ധമല്ല, സുഗന്ധമാണ്, നല്ല വാസനയാണ്. അതിന്റെ രുചിയോ ത്വയ്യിബുൻ, നല്ല രുചിയാണ്, നല്ല രുചിയാണ് അതിന്. അപ്പോൾ എന്ത് മനസ്സിലായി? ഓറഞ്ചിന്റെ പുറം ഭാഗം അത് കാണാൻ നല്ല ഭംഗിയുണ്ട്, അത് നല്ല വാസനയുണ്ട്. അതിന്റെ അകം, അതിന്റെ ഉള്ള്, തൊലി കളഞ്ഞാലുള്ള ഉള്ള്, അതും കാണാൻ ഭംഗിയുണ്ട്, തിന്നാൻ നല്ല രുചിയുമുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഒരു മുഅ്മിനായ മനുഷ്യൻ, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, അവന്റെ ഉള്ളും പുറവും പരിശുദ്ധമായിരിക്കും. അവനിൽ നിന്ന് പുറത്ത് വരുന്ന സംസാരം, അതാണ് റീഹുഹാ ത്വയ്യിബുൻ എന്ന് പറഞ്ഞത്. ഓറഞ്ചിന്റെ വാസന ശുദ്ധമായ, പരിശുദ്ധമായ, നല്ല വാസനയായതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളുടെ നാവിൽ നിന്ന് വരുന്ന സംസാരം ശുദ്ധമായ സംസാരമായിരിക്കും. അതുപോലെ ഒരാളെയും വെറുപ്പിക്കാത്ത സംസാരമായിരിക്കും. ഒരാളുടെയും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന സംസാരം ഖുർആൻ ഓതുന്നവന്റെ നാവിൽ നിന്ന് വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സഹാബി വന്ന് ചോദിച്ചില്ലേ, മൽ ഇസ്ലാമു യാ റസൂലല്ലാഹ്, എന്താണ് നബിയെ ഇസ്ലാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീബുൽ കലാം വ ഇത്ആമുത് തആം. തീബുൽ കലാം, നല്ല സംസാരമാണ് ഇസ്ലാം. ഒരു മുഅ്മിനായ മനുഷ്യൻ, ഖുർആൻ പാരായണം ചെയ്യുന്നവൻ, അവൻ ഏറ്റവും നല്ല സംസാരം സംസാരിക്കും. കളവ് പറയൂല, ഗീബത്ത് പറയൂല, നമീമത്ത് പറയൂല, തെറി പറയൂല, കുറ്റം പറയൂല, വേണ്ടാത്ത സംസാരങ്ങൾ ഉണ്ടാകൂല. ഖുർആൻ പാരായണം പതിവാക്കുന്നവന്റെ നാവ് ശുദ്ധമാണ്, അതിൽ നിന്ന് നല്ലത് മാത്രമേ പുറത്തു വരൂ. തീബുൽ കലാം, ഏറ്റവും സുഗന്ധമുള്ള സംസാരം. നമ്മൾ ചിന്തിച്ചോക്ക്, സംസാരം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത എന്താ? കേൾക്കണം എന്നതാണ്. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നു, നിങ്ങളെല്ലാവരും കേൾക്കുന്നു. ഞാൻ സംസാരിക്കുന്നത് നിങ്ങളെല്ലാവരും മണക്കുന്നുണ്ടോ? സംസാരം മണക്കൂലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറഞ്ഞ വാക്കെന്താണ്? തീബുൽ കലാം, സംസാരത്തിന്റെ സുഗന്ധം, അല്ലെങ്കിൽ സുഗന്ധമുള്ള സംസാരം. അതെങ്ങനെയാ ശരിയാവുക? പല്ലേക്കാണ്ട് വന്നിട്ട് അടുത്തുനിന്ന് സംസാരിച്ചാൽ ദുർഗന്ധം. അത് സംസാരത്തിന്റെ ദുർഗന്ധമല്ല, വായയുടെ ദുർഗന്ധമാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം, നമ്മുടെ സംസാരം കൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിക്കാൻ പാടില്ല. ഞാൻ നല്ല അത്തർ പുരട്ടിയിട്ട് വന്നാൽ റമദാനിൽ പകല് അത്തർ പുരട്ടാൻ പാടില്ല. അതുപോലെ സ്ത്രീകൾ അവർ പുറത്ത് ഇറങ്ങിപ്പോകുമ്പോൾ, അത്യാവശ്യത്തിനാണല്ലോ പുറത്ത് ഇറങ്ങിപ്പോവുക,
അങ്ങനെ പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല. പുരുഷന്മാർക്കും പാടില്ല. ഇപ്പോ റമളാനിൽ പകൽ. അപ്പൊ എന്താ സുഗന്ധത്തിന്റെ പ്രത്യേകത? സുഗന്ധം എന്നത് ഒരാളെ ആകർഷിക്കും. അതുകൊണ്ടാണ് AP ഉസ്താദിന്റെ ഒക്കെ വണ്ടിങ് വന്ന് നിർത്തി ആ വണ്ടിങ് തുറക്കുമ്പോ നമ്മൾ അറിയാതെ അങ്ങ് വേറെ ഏതോ ഒരു ലോകത്തെത്തിപ്പോ. അത്രയും സുഗന്ധമായിരിക്കും ഊതിന്റെ വാസന. അപ്പൊ അത് ആകർഷിക്കുകയാണ്. നമ്മൾ സുഗന്ധത്തിലേക്ക് നമ്മൾ ആകർഷിക്കുകയാണ്. അതുകൊണ്ടാണ് സ്ത്രീകൾ പുറത്തു പോകുമ്പോ സുഗന്ധം ഉപയോഗിക്കാതെ. സ്ത്രീകൾക്ക് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല എന്നല്ല, ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതേസമയം പുറത്ത് അന്യരായ ആളുകൾക്കിടയിലേക്ക് പോകുമ്പോ സുഗന്ധം ഉപയോഗിച്ചാൽ ആ വാസനയിലേക്ക് ആളുകളെ ആകർഷിപ്പിച്ചാൽ അല്ലാഹു തആല അതിന് നമുക്ക് ശിക്ഷ തരും. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് സുഗന്ധം നമ്മളെ ആകർഷിപ്പിക്കുന്നത് പോലെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ നാവിലൂടെ വരുന്ന സംസാരം ത്വീബുൽ കലാമായിരിക്കണം, ആകർഷണീയമായ സംസാരമായിരിക്കണം. അത് പ്രസംഗിക്കുന്ന ആളായാലും വാട്സപ്പിലൂടെ സംസാരിക്കുന്ന ആളായാലും നേരിട്ട് സംസാരിക്കുന്ന ആൾ ആയാലും ആരായാലും നാവിൽ നിന്ന് വരുന്ന സംസാരം നല്ല സംസാരമായിരിക്കണം. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ അയൽവാസികൾ തമ്മിൽ അല്ലെങ്കിൽ കുടുംബക്കാര് തമ്മിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ തുടക്കക്കാരൻ ഇയാളാണ്. ആര്? നാവ്. സംസാരം മോശമാകുന്നതാണ് എല്ലാ പ്രശ്നത്തിന്റെയും തുടക്കം. ഏത് വലിയ യുദ്ധത്തിന്റെയും തുടക്കം അങ്ങനെയാണ്. ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു, അമേരിക്കയും ഇറാഖും തമ്മിൽ യുദ്ധം തുടങ്ങി. യുദ്ധം തുടങ്ങുന്നതിന്റെ മുമ്പ് മാസങ്ങളോളം നാവുകൊണ്ടുള്ള പോരാട്ടമായിരുന്നു. സദ്ദാം എന്ന് പറയും, അമേരിക്കൻ പ്രസിഡന്റ് വേറെന്ന് പറയും. ഇങ്ങനെ പിന്നെയാണ് മിസൈലും മറ്റും തുടങ്ങിയത്. അപ്പൊ ആദ്യം നാവ് കൊണ്ടാ പോരാട്ടം. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ആദ്യം തുടങ്ങിയ നാവ് കൊണ്ടാണ്. നാവ് കൊണ്ടുള്ള പോരാട്ടങ്ങളാണ് പിന്നീട് കൊലപാതകത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് പല പല ഉദാഹരണങ്ങളും നമ്മൾ കാണുന്നില്ലേ? അല്ലാഹു തആല എല്ലാവർക്കും സലാമത്ത് നൽകട്ടെ. അപ്പോൾ നാവുകൊണ്ട് ഏറ്റവും നല്ല സംസാരം സംസാരിക്കണമെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായി മാറണം. അതിനാണ് ഈ ഉദാഹരണം പറഞ്ഞത്. മസലുൽ മുഅ്മിൻ അല്ലദീ യഖറഉൽ ഖുർആൻ മസലുൽ ഉത്റുജ്ജ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മുഅ്മിനിന്റെ ഉപമ ഓറഞ്ച് പോലെയാണ്. അതിന്റെ ഉള്ളും പുറവും പരിശുദ്ധമാണ്, അകവും പുറവും ശുദ്ധമാണ്, വാസന നല്ല സുഗന്ധമാണ്, രുചിയും നല്ലതാണ്. ഇതുപോലെയാണ് ഒരു മുഅ്മിനായ മനുഷ്യനെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതെ, ഇനിയോ വമസലുൽ മുഅ്മിൻ അല്ലദീ ലാ യഖറഉൽ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാത്ത ഒരു മുഅ്മിൻ, ഖുർആൻ ഓതാത്ത ഒരു മുഅ്മിൻ എത്ര ഹതഭാഗ്യനാണ്. അങ്ങനത്തെ ആള് മുഅ്മിനാണെന്ന നിലക്ക് മോശക്കാരനല്ല. മുഅ്മിൻ എന്ന നിലക്ക് അവനും ചില പ്രത്യേകതയുണ്ട്. എന്താ? കമസലിത് തംറ, കാരക്ക പോലെയാണവൻ. കാരണം എന്താ? ലാ റീഹ ലഹാ, ആ കാരക്കക്ക് പ്രത്യേകിച്ച് വാസനയൊന്നുമില്ല, സുഗന്ധമൊന്നുമില്ല. പക്ഷേ വതഅമുഹാ ഹുൽവൻ, അതിന്റെ രുചി നല്ല രുചിയാണ്, നല്ല രുചിയാണ്. ഈമാനുണ്ട്, അടിസ്ഥാനപരമായ ഈമാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനായ മനുഷ്യൻ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവന്റെ സ്വഭാവം നന്നാകുന്നു, അവന്റെ വാക്കുകൾ നന്നാകുന്നു, പെരുമാറ്റം നന്നാകുന്നു, ആളുകളോടുള്ള സമീപനം നന്നാകുന്നു. അനാവശ്യമായ വാക്കുകൾ അവനിൽ നിന്ന് വരൂല, വേണ്ടാത്ത സ്വഭാവങ്ങൾ അവനിൽ നിന്ന് വരൂല.
അല്ലാഹു സുബ്ഹാനഹു വ തആല അക്കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ദുനിയാവിൽ തന്നെ നമുക്ക് വലിയ പ്രതിഫലം അല്ലാഹു മാറ്റം, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ് ഈ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ കിട്ടുന്ന ലാഭം. ഖുർആൻ അങ്ങനെയാണല്ലോ അതിന് പേര് വെച്ചത്, തിജാറത്തൻ ലൻ തബൂർ, ലാഭകരമായ ബിസിനസ്. സൂറത്തു ഫാത്തിർ, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ് വഅഖാമുസ് സ്വലാഹ വഅൻഫഖൂ മിമ്മാ റസഖനാഹും സിർറൻ വഅലാനിയ യർജൂന തിജാറത്തൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം ഇല്ലാത്ത ലാഭം മാത്രമുള്ള കച്ചവടം. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മൻ കാന യർജു ലിഖാ അല്ലാഹ് ഫൽയുക്രിം അഹ്ലല്ലാഹ്. അല്ലാഹുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു, യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം, അല്ലാഹുവേ നിന്റെ മുഖദ്ദസായ ലിഖാ കാണാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. അതാഗ്രഹിക്കാത്തൊരു മുഅ്മിനും ഇല്ല. അതിന് ഭാഗ്യം അല്ലാഹു നൽകും. എപ്പോൾ? നാളെ പരലോകത്ത്, സ്വർഗീയ ലോകത്ത് വെച്ച്. ഒരുപാട് ഔലിയാക്കൾ പറഞ്ഞില്ലേ, ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ചത് എന്തിനാണ്? സ്വർഗം ആഗ്രഹിച്ചത് അവിടെ വെച്ച് അല്ലാഹുവിന്റെ ലിഖാ ഉണ്ട്. നമ്മെ പടച്ച റബ്ബ്, വെള്ളം തന്നവൻ, വെളിച്ചം തന്നവൻ, വായു തന്നവൻ, എല്ലാം നൽകിയവൻ സുബ്ഹാനല്ലാഹ്. നമുക്ക് രാവിലെ എഴുന്നേറ്റു നിൽക്കാൻ കഴിഞ്ഞില്ലേ? എത്ര ആളുകളാണ് കിടന്ന കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അവരുടെ ഒരു ഭാഗം തളർന്നു പോയി, എഴുന്നേൽക്കാനാവുന്നില്ല. അത്തരം രോഗങ്ങളിൽ നിന്ന് നാദാ ഞങ്ങളെല്ലാം നീ കാത്ത് രക്ഷിക്കണേ റഹ്മാനേ. അതുകൊണ്ടാണ് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ പറയേണ്ടത്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. ഉറക്ക് എന്ന ചെറിയ ഒരു മരണം, അതിൽ നിന്ന് എനിക്ക് പുനർജീവിതം നൽകിയ റബ്ബാകുന്ന നിനക്കാണ് സർവസ്തുതിയും അല്ലാഹ് എന്ന് അല്ലാഹുവിനെ സ്തുതിച്ചിട്ടാണ് കിടന്ന പായയിൽ നിന്ന് എഴുന്നേൽക്കേണ്ടതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് എൻ്റെ ഒരു സ്നേഹിതന്റെ സഹോദരിയുടെ ഭർത്താവ്, ചെറിയ പ്രായമുള്ള ആൾ, കല്യാണം കഴിഞ്ഞ് ഒരു മാസം പിന്നിടുന്ന സമയം ഭാര്യയുമൊത്ത് രാത്രിയിൽ കിടന്നുറങ്ങിയതാണ്. അടുത്ത് കിടന്നുറങ്ങുന്ന ഭാര്യ അറിഞ്ഞില്ല, ഒന്നും അറിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ, സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കുമ്പോൾ ഭർത്താവിനെ ഒന്ന് തലോടിയപ്പോൾ ആ ഭർത്താവിന്റെ ശരീരം മുഴുവനും തണുത്തുപോയി. രാത്രിയിൽ ഉറങ്ങാൻ കിടന്നതല്ലേ, എത്രയോ നേരം രണ്ടുപേരും സംസാരിച്ചതല്ലേ, അറിഞ്ഞില്ല. അർദ്ധരാത്രിയിൽ അല്ലാഹുവിന്റെ മലക്കുൽ മൗത്ത് അസ്റായീൽ വന്ന് റൂഹ് പിടിച്ചു കൊണ്ടുപോയത്, ഭർത്താവിന്റെ റൂഹ് പിടിച്ചു കൊണ്ടുപോയത് അറിഞ്ഞില്ല. ഈ സഹോദരി
ചെറുപ്പക്കാരിയായ സഹോദരി അറിഞ്ഞില്ല, ഭർത്താവിന്റെ റൂഹിനെ അല്ലാഹു പിടിച്ചതറിഞ്ഞില്ല. അല്ലാഹു തആല അത്രയാണ് നമുക്ക് ഇവിടെ അവസരം നൽകിയിട്ടുള്ളത്. ഇങ്ങനെ എത്ര അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റാണ്, മറക്കാതെ ചൊല്ലണം. അല്ലാഹുവിനെ ഓർമ്മയുള്ളവർ ചൊല്ലണം. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹിൻ നുശൂർ. അല്ലാഹു തആല പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമുക്ക് കാവൽ നൽകട്ടെ. ഓ മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീന് നമുക്ക് നൽകുന്ന പാഠങ്ങൾ നമ്മുടെ മനസ്സിനെയും നമ്മുടെ ഹൃദയത്തെയും മാറ്റി നമുക്ക് നല്ല തഖ്വയും ഈമാനും ഏറ്റിത്തരുന്ന പാഠങ്ങളാണ്. ഞാൻ പറഞ്ഞു വന്നത്, സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ലിഖാ കാണാൻ ആഗ്രഹമുള്ള മഹാന്മാര് പറഞ്ഞു, ഞങ്ങൾ സ്വർഗം ആഗ്രഹിച്ചത് നിന്റെ ലിഖാ അവിടെയുള്ളത് കൊണ്ടാണ്, അല്ലാഹുവിനെ കാണാനുള്ള അവസരമുള്ളത് കൊണ്ടാണ്. അല്ലാഹു നമുക്കും തൗഫീഖ് നൽകട്ടെ. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, മൻ കാന യർജു ലിഖാ അല്ലാഹ്, അല്ലാഹുവിനെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, ഫല്യുക്രിം അഹ്ലല്ലാഹ്, അവർ അല്ലാഹുവിന്റെ ആളുകളെ ബഹുമാനിക്കട്ടെ. അല്ലാഹുവിന്റെ അഹ്ല്. സഹാബത്ത് ചോദിച്ചു, ഹൽ ലില്ലാഹി അസ്സ വജല്ല അഹ്ലുൻ യാ റസൂലല്ലാഹ്, അല്ലാഹ്ക്ക് അങ്ങനെ അഹ്ലുകാരുണ്ടോ? അല്ലാഹ് ഒരു കുടുംബക്കാരനുള്ള ആളാണ്. നമ്മൾ എന്താ പഠിച്ചത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്, അല്ലാഹു സമദ്. അല്ലാഹു തആല ഒരാളെയും ആശ്രയിക്കൂല. ലോകത്തുള്ള സകലതും അല്ലാഹുവിനെ ആശ്രയിക്കും. ലം യലിദ് വലം യൂലദ്, അവൻ ഒരാളെയും പ്രസവിച്ചിട്ടുമില്ല, അവനെ വേറെ ആരും പ്രസവിച്ചതുമല്ല. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിനോട് തുല്യമായി സാദൃശ്യമുള്ളതായി ഒന്നുമില്ല. ഇതല്ലേ നമ്മുടെ ആദർശം. പിന്നെ അല്ലാഹുവിന്റെ അഹ്ല് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? സഹാബത്ത് ചോദിച്ചതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. റസൂലുള്ളാഹി പറഞ്ഞു, നഅം, അല്ലാഹുവിന് അഹ്ലുണ്ട്. അപ്പൊ അതിന്റെ മാന എന്ത് മനസ്സിലാക്കണം? അതിന്റെ വാചകത്തിലുള്ള അർത്ഥമല്ല. ഇവിടെയാണ് നമ്മളും പുത്തൻവാദികളും തമ്മിൽ വേർതിരിഞ്ഞു പോകുന്നത്. അവര് ഖുർആനിലെ ചില വചനങ്ങൾക്കെല്ലാം അതിന്റെ നേരെ അർത്ഥമങ്ങ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ എഴുതി വെക്കും. അത് വായിക്കുന്ന ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ സംബന്ധിച്ചുള്ള വിശ്വാസം ഉറച്ച വിശ്വാസമായിരിക്കണം. ബിദ്അത്തിന്റെ ആളുകൾ പഠിപ്പിക്കുന്നത് എന്താണ്? അല്ലാഹു ആകാശത്തിലാണ്, അല്ലാഹു ഏഴാം ആകാശത്ത് നിന്ന് ഒന്നാം ആകാശത്തേക്ക് എല്ലാ ദിവസവും ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ യുക്തിവാദികൾ ചോദിക്കും, ആകാശം ആര് പടച്ചതാണ്? അപ്പൊ അല്ലാഹു പടച്ചതാണ്. അല്ലാഹു പടച്ച ഒരു സാധനത്തിൽ അല്ലാഹു എങ്ങനെ ഇരിക്കുക? അപ്പൊ ആകാശം പടക്കുന്നതിന് മുമ്പ് അല്ലാഹു എവിടെയായിരുന്നു? അതുകൊണ്ടാണ് അല്ലാഹു എവിടെ എന്നൊക്കെ ചോദ്യം വന്നത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. നമ്മുടെ ആദർശം അന്നും ഇന്നും ഉറച്ച ആദർശമാണ്. അല്ലാഹുവിൻ പരിശുദ്ധനായ അല്ലാഹുവിന് ഒന്നും ഒരാളും ഒരു സംഗതിയും ആവശ്യമില്ല. ആകാശം ആവശ്യമില്ല, ഭൂമി ആവശ്യമില്ല, അർശ് ആവശ്യമില്ല, കുർസി ആവശ്യമില്ല. സകലതും അല്ലാഹു പടച്ചതാണ്. നമ്മൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു പിടി കിട്ടുന്നില്ല അല്ലേ? എന്നാൽ അല്ലാഹു തആല എല്ലാ സൃഷ്ടികളെയും പടച്ചതവനാണ്. അതുകൊണ്ട് ഒരു സൃഷ്ടിയിലേക്കും അവന് ആവശ്യമില്ല. ഇതാണ്
ഇതാണ് നമ്മുടെ ആദർശം. അള്ളാഹ്ക്ക് സ്ഥലം ഇല്ല, കാലമില്ല, അള്ളാഹുവിന് ഇന്നില്ല നാളെയില്ല, അതാ താഴെയില്ല മേലെയില്ല വലതില്ല ഇടതില്ല മുന്നില്ല ബേക്കില്ല. എല്ലാ ഭാഗങ്ങളിൽ നിന്നും അള്ളാഹു ഒഴിവായവനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നും പരിശുദ്ധനായവനാണ്. അപ്പോൾ ഇത്തരം വാചകങ്ങളുടെ ഒക്കെ അർത്ഥം എന്താണ്? അത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകൾ എന്ന മഅനയാണ്. അഹ്ലുല്ലാഹ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, അഹ്ലുല്ലാഹി ഫിദ് ദുനിയാ, ദുനിയാവിൽ അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അല്ലദീന യഖറഊനൽ ഖുർആൻ, അവര് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാണ് അല്ലാഹുവിന്റെ ആളുകൾ എന്ന് പറയുന്നത്. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ അറിയണം, മൻ അക്രമഹും, ആ ഖുർആൻ ഓതുന്ന ആളുകളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഖദ് അക്രമഹുല്ലാഹ്, അവരെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. ഖുർആൻ ഓതുന്നവരെ ബഹുമാനിച്ചവരെ അല്ലാഹു ബഹുമാനിച്ചിരിക്കുന്നു. പിന്നെ ഖുർആൻ ഓതുന്നവരെക്കുള്ള ബഹുമാനം എത്രയായിരിക്കും? അലാ അറിഞ്ഞോളണം, മൻ അക്രമഹും, ഖുർആൻ ഓതുന്നവരെ ഒരാൾ ബഹുമാനിച്ചാൽ ഫഖദ് അക്രമഹുല്ലാഹ്, അവരെ അല്ലാഹു ബഹുമാനിക്കും. ബഹുമാനിച്ചിട്ട് എന്താ കൊടുക്കുന്നത്? വഅഅതാഹുൽ ജന്ന, അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കുന്നു. വമൻ അഹാനഹും, ഖുർആൻ ഓതുന്നവരെ ആരെങ്കിലും നിസാരപ്പെടുത്തിയാൽ, ഖുർആൻ ഓതുന്നവരാരെങ്കിലും നിസാരപ്പെടുത്തിയാൽ ഫഖദ് അഹാനഹുല്ലാഹ്, അവരെ അല്ലാഹു നിസാരപ്പെടുത്തിയിരിക്കുന്നു. വഅദ്ഖലഹുന്നാർ, അവരെ അല്ലാഹു നരകത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ മഹത്വം എത്രയാണ്! അവരെ ബഹുമാനിക്കാനാണ് അല്ലാഹു പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ ഖുർആൻ ഓതുന്നവരുണ്ടെങ്കിൽ അവരെ നമ്മൾ ആദരിക്കണമെന്നർത്ഥം. നമ്മുടെ നാട്ടിൽ ഖുർആൻ ഓതുന്നവരുണ്ടെങ്കിൽ അവരെ ആദരിക്കണമെന്നർത്ഥം. ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് മഹത്വമുണ്ട്, ഖുർആൻ പഠിച്ചവർക്ക് മഹത്വമുണ്ട്, ഖുർആൻ മനപ്പാഠമാക്കിയ ആളുകൾക്ക് മഹത്വമുണ്ട്, ഖുർആൻ പാരായണത്തിൽ ദിവസവും സമയം ചെലവഴിക്കുന്നവർക്ക് മഹത്വമുണ്ട്, ഖുർആനിലെ ആശയങ്ങൾ പഠിക്കുന്നവർക്കും മഹത്വമുണ്ട്. അവരെ ബഹുമാനിക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇത് മാത്രമല്ല, അവിടുന്ന് പഠിപ്പിച്ചു, എപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ അതുപോലെ ആ ഖുർആനിലുള്ള ആശയങ്ങളെ പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആൾ, അത്തരം ആളുകൾ പരലോകത്തെത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന മഹത്വം, ഉൽബിസ വാലിദുഹു യൗമൽ ഖിയാമത്തി താജാ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. ഒരാൾ ഖുർആൻ ഓതുന്ന ആളാണ്, ഖുർആനിലുള്ളതനുസരിച്ച് ജീവിക്കുന്ന ആളുമാണ്. എന്നാൽ അവന്റെ പിതാവിന് നാളെ പരലോകത്ത് ഒരു കിരീടം ധരിപ്പിക്കപ്പെടും. ഉൽബിസ വാലിദുഹു, അവന്റെ പിതാവിന് ധരിപ്പിക്കപ്പെടും താജൻ, ഒരു വലിയ കിരീടം. താജുൽ ഉലമ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാരുടെ കിരീടം, നേതൃസ്ഥാനത്തുള്ള ആൾ എന്നർത്ഥം. അപ്പൊ ഈ ഖുർആൻ പാരായണം ചെയ്ത് പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ നമ്മളെ മക്കളെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം എന്താണ്? ഉൽബിസ വാലിദുഹു, ഓന്റെ ബാപ്പാക്ക് ധരിപ്പിക്കപ്പെടും താജൻ, കിരീടം.
എന്നാ ചെറിയ സാധാരണ കിരീടമൊന്നുമല്ല, ദുനിയാവിലുള്ള കിരീടം പോലത്തെ കിരീടമല്ല, തൊപ്പി പോലത്തെ തൊപ്പിയല്ല. അതിന്റെ ശോഭ സൂര്യന്റെ ശോഭയേക്കാൾ തിളക്കമുണ്ട്. സൂര്യശോഭയേക്കാൾ തിളക്കമുള്ള കിരീടം ഖുർആൻ ഓതുന്നവന്റെ പിതാവിന് ധരിപ്പിക്കപ്പെടുന്നു. എത്ര നല്ല സന്ദർഭമായിരിക്കും അത്. ഈ വഅദ് കേൾക്കുമ്പോൾ ഉമ്മമാരുന്ന പിന്നെ നമ്മൾ വേമ്പുക, നമ്മക്ക് കിരീടവും ഇല്ല, ചെങ്കോലും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഇത്ര ഉഷാറാക്കി കൊണ്ടുവന്നിട്ട് കിരീടം അയാൾക്കാ കൊടുക്കുന്നത്. ആ കിരീടം ഏറ്റുവാങ്ങുന്ന കുട്ടി അവൻ ചിന്തിക്കുന്നത് എന്താണ്? അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മയുടെ പൊരുത്തം കിട്ടാതെ കിരീടം കിട്ടിയിട്ട് കാര്യമില്ല. ഉമ്മയുടെ പൊരുത്തം വാങ്ങിയിട്ടാണ് സ്വർഗത്തിലേക്ക് പോകേണ്ടത്. തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു. ഒരു പാവപ്പെട്ട വയസ്സുള്ള ഒരു അമ്മയെ നടുറോട്ടിലിട്ട് ചവിട്ടി മർദ്ദിച്ച് വലിച്ച് ഇഴച്ച് കൊണ്ടുപോവാണ് സ്വന്തം മകൻ. അങ്ങനെ എത്ര ആളുകൾ ഉണ്ട് മാതാപിതാക്കളെ ദ്രോഹിക്കുന്നവർ. അവർക്കെല്ലാം കഠിനമായ ശിക്ഷയാണ്. മാതാവിനെ ദ്രോഹിക്കാൻ പാടില്ല. അതുകൊണ്ട് കിരീടം കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം. ചെരുപ്പയച്ചിട്ടിട്ട് കാലിന്റെ ചുവട്ടില് നോക്കിയാല് സ്വർഗം ചിലപ്പോ കാണുന്നില്ല അല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ അല്ലാഹു തആല ഏതൊരു മക്കളുടെയും വിജയം, ആ വിജയം സ്ഥാപിച്ചിട്ടുള്ളത് മാതാക്കളുടെ, ഉമ്മമാരുടെ പൊരുത്തത്തിലാണ്. ഉമ്മാന്റെ പൊരുത്തമില്ലാതെ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, മറ്റൊരു ദിവസം നമുക്ക് പറയാം. വിഷയം മാറിപ്പോകും. ഇരിക്കട്ടെ സഹോദരങ്ങളെ, ഈ ഹദീസിൽ പറഞ്ഞത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് അവിടെ വാലിദ് എന്നല്ലാതെ വാലിദത്തിനും കൂടി ചേർക്കാൻ പറ്റൂലല്ലോ. ഖുർആൻ ഓതുകയും പഠിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവന്റെ പിതാവിന് നാളെ പരലോകത്ത് കിരീടം നൽകപ്പെടുന്നു. ഉപ്പാക്ക് തന്നെ കിരീടമാണെങ്കിൽ അല്ലാഹു തആല ആ മകന് കൊടുക്കുന്ന പവിത്രത എത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ അതേ ഒരു ഖബർസ്ഥാനിലേക്ക് ദുആ ചെയ്യാൻ പോകുമ്പോ പള്ളിയിലെ ഒരു ഉസ്താദിനെയും കൂടെ കൂട്ടുന്നത്. നമുക്ക് ദുആ അറിയാത്തത് കൊണ്ടല്ല, ഫാത്തിഹ ഓതാൻ അറിയാത്തത് കൊണ്ടല്ല. കാരണം അദ്ദേഹം ഖുർആൻ പഠിച്ച ആളാണ്. ഖുർആൻ മനപ്പാടമുള്ള ഹാഫിലീങ്ങൾ ഒരു ഖബർസ്ഥാനിലേക്ക് കടന്നാൽ സുബ്ഹാനല്ലാഹ്, ആ ഖബർസ്ഥാനിലുള്ള ഏതെങ്കിലും ഖബറിലെ ആരെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഖുർആൻ പഠിച്ച ആൾ, ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ, ഖുർആൻ പഠിക്കുന്ന മുതഅല്ലിം, അവന്റെ സാന്നിധ്യം അവർക്ക് അനുഗ്രഹമായി ആ സമയത്ത് ശിക്ഷയിൽ നിന്ന് ഇളവ് നൽകപ്പെടുന്നു. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഉസ്താദുമാരെ കൊണ്ടുപോകുന്നത്. നമ്മുടെ ബാപ്പാന്റെ ഖബറിന്റെ അടുത്തേക്ക്, നമ്മളെ ഉമ്മാന്റെ ഖബറിന്റെ അടുത്തേക്ക് ഓരോ ഉമ്മമാരും അതേ ബറാഅത്തിന്റെ അന്ന് ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന 27ന്റെ രാവിലൊക്കെ അതാ മക്കളെ പറഞ്ഞേക്കുന്നു, മോനെ ഉപ്പാന്റെ ഖബറിന്റെ അടുത്തൊന്ന് പോകൂ, അല്ലെങ്കിൽ ഉപ്പാപ്പാന്റെ ഖബറിന്റെ അടുത്തേക്കൊന്ന് പോകൂ, ഒരു ഉസ്താദിനെയും കൂട്ടി പോകൂ, ആ ഉസ്താദിന് ഒരു 500 രൂപ അങ്ങ് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ഉമ്മമാര് പറഞ്ഞേക്കുകയാണ്. അത് പറയുമ്പോ അത് വേണ്ടേ, ഖബറിന്റെ അടുത്ത് പോന്നിൽ നല്ലേ, 500 റുപ്യ എന്തിനാ കൊടുക്കുന്നത്? കൂലി വാങ്ങാൻ ഏറ്റവും അർഹതപ്പെട്ട കാര്യം ഖുർആൻ ഓതിയിട്ട് വാങ്ങലാണ്. നല്ല വേദനയാ മൗലിയാർ പറയുന്നത്. നമ്മൾ ഇങ്ങളെല്ലാം പുരയിൽ നോമ്പൊറുക്കാൻ വന്നാല് എന്ത് വേണം? ഫാത്തിഹ ഓതിയിട്ട് ദ്വാരക്കണം. ദ്വാരം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണം? പൈസ തരണം. ആ പൈസ തന്നെ അമ്മക്ക് പൈസ ആവശ്യം ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല
ഖുർആൻ ഓതിയിട്ട് അതിനെ ബഹുമാനിച്ച് ഒരു ഹദിയ കൊടുക്കുമ്പോൾ അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ ഓതിയ ആയത്തുണ്ടല്ലോ, അതിലെന്താ പറഞ്ഞേ? ലാഭകരമായ കച്ചവടം എന്ന് പറഞ്ഞ ഖുർആൻ ഓതിയാ പോരാ, പിന്നെന്താ? ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, സൂറത്ത് ഫാത്തിഹയിൽ ഒറ്റ ആയത്തിൽ പറഞ്ഞു ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, വ അഖാമുസ്സലാത്ത്, നിസ്കാരം കൃത്യമായി നിർവഹിച്ച ആളുകൾ. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഇങ്ങ് വാന്നാ പറയാ ഉസ്താദിനോട്. ഇപ്പൊ എന്താ? കൃത്യമായി നിസ്കാരം നിർവഹിച്ച് ഖുർആൻ ഓതാൻ വരികയാണ്. അങ്ങനത്തെ വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്ന് നിങ്ങളെ കയ്യിലുള്ളത് നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണെന്ന് തോന്നുന്നുണ്ടോ? ഇത് നാം നൽകിയതാണ്. അല്ലാഹു പറയാൻ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്ന്. അതാരെങ്കിലും കണ്ടാലും കൊടുക്കണം, കാണാതെയും കൊടുക്കണം, രണ്ട് രൂപത്തിലും കൊടുക്കണം എന്നാ പറയാൻ പറയുന്നത്. സിർറൻ വഅലാനിയ, രഹസ്യമായും കൊടുക്കണം, പരസ്യമായും കൊടുക്കണം. അപ്പൊ എന്താ? രഹസ്യമായി കൊടുത്താലും പരസ്യമായി കൊടുത്താലും ഖൽബിന്റെ ഉള്ളിൽ, ഞാൻ ഒന്നാമത്തെ ദിവസം പറഞ്ഞ വഅദ്, ഖൽബിന്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ്? ഇത് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടിയാണ്, ആരും കാണാനല്ല. അപ്പൊ പരസ്യമായിട്ട് അലാനിയത്തൻ. ഇപ്പൊ പേരോട് ഉസ്താദ് നാദാവെല്ലാം ചോദിക്കുന്നില്ല, ആ ബിൽഡിങ്ങിന് ഇത്ര പൈസ വേണം, ഈ ബിൽഡിങ്ങിന് എത്ര പൈസ വേണം, ഈ ഇത് പൂർത്തിയാക്കാൻ ഒരു 10 ലക്ഷം റുപ്യ, ക്യാൻറ്റീൻ പൂർത്തിയാക്കാൻ ഫുൾ പണി തീർക്കാൻ ഒരു 10 ലക്ഷം റുപ്യ വേണം. ഇതിങ്ങനെ പറയുമ്പോ ഇൻഷാ അല്ലാഹ് ഞാൻ ഒരു 50,000 റുപ്യ തരാം എന്നൊരാൾ പറയും. അലാനിയത്തൻ, പരസ്യമായിട്ട് അയാൾ പറഞ്ഞാല് അയാൾക്ക് കൂലിയാണ്. കാരണം എന്താ? വേറൊരുത്തം വിചാരിക്കല്ല, എന്നാ ഞാനൊരു 25,000 കൊടുക്കാം, അപ്പൊ അയാൾക്ക് 2 കൂലിയാണ്. അപ്പൊ അല്ലാഹു പഠിപ്പിച്ച സിർറൻ വഅലാനിയ, രഹസ്യമായും പരസ്യമായും കൊടുക്കണം. അപ്പൊ ഉസ്താദുമാർക്ക് അങ്ങനെ ഹദിയ കൊടുക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നല്ല. ചില ആൾക്കാർ അത് വിചാരിക്കും, എന്ത്, ഓ 500 പോയല്ലോ, ഒരിക്കലും പോവില്ല. ഞമ്മക്ക് 500 തന്നാല് അത് എന്താ, നമ്മളെ പുരയിലെ ചെലവ് നടത്തും, അപ്പൊ അതിന്റെ കൂലിയും കൂടി തന്നോലിക്കല്ലേ കിട്ടുന്നത്. അപ്പോ നാളെ മുതൽ ഇനിയിപ്പോ ഈ ബാദില് നമ്മളില്ല എന്ന് പറയണ്ട. തന്നാലും തന്നിട്ടില്ലെങ്കിലും നമ്മളെല്ലാവർക്കും ദ്വാരക്കും ഇൻഷാ അല്ലാഹ്. അത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിനെ അല്ലാഹു സ്വർഗ്ഗപൂങ്കാവനമായി കൊടുക്കട്ടെ. അതൊന്നും നമുക്ക് നഷ്ടമല്ല, നമ്മുടെ ഏടിൽ ബാക്കിയാവുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഈ മഹത്വം നൽകുന്നു. ആർക്ക്? പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക്. അവരുടെ ശരീരം മണ്ണിന് വേണ്ട. ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിളായ ഒരു കുട്ടിയുണ്ടോ നമ്മുടെ വീട്ടിൽ? ആ കുട്ടിയുടെ ശരീരം മണ്ണിന് വേണ്ട. ഖുർആൻ എപ്പോഴും ഓതി ഖുർആനുമായി ഇഴകിച്ചേർന്ന ഒരാളുടെ ശരീരവും മണ്ണ് തിന്നൂല. അമ്പിയാക്കളുടെ ശരീരം മണ്ണ് തിന്നൂല എന്ന് നാം സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിച്ചില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞില്ലേ? വെള്ളിയാഴ്ച രാവ് നിങ്ങൾ എനിക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലണം. എന്തേ കാരണം? തുഅറളു അലയ്യ, നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് എനിക്ക് പ്രദർശിപ്പിക്കപ്പെടും. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, ഓ നബിയേ, അങ്ങയുടെ ശരീരം ഖബറിലുള്ള അവസ്ഥയിൽ മണ്ണിനോട് ചേർന്നു പോകൂലേ? അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, എന്റെ ശരീരം മാത്രമല്ല, അലാ അറിയണം, എല്ലാ അമ്പിയാക്കളുടെയും ശരീരം അതേ മണ്ണിന് നിഷിദ്ധമാണ്. ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ. അല്ലേ? നിശ്ചയം അല്ലാഹു തആല ഭൂമിക്ക് ഹറാമാക്കിയിരിക്കുന്നു അമ്പിയാക്കളുടെ ശരീരങ്ങൾ. അമ്പിയാക്കളുടെ ശരീരം ഭൂമിക്ക് ഹറാമാണ് എന്ന് പറഞ്ഞാൽ ഭൂമി തിന്നൂല. ജമാഅത്തെ ഇസ്ലാമി അവരുടെ പ്രബോധനത്തിൽ എഴുതി വെച്ചു, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ
ശരീരം മദീനത്ത് മണ്ണിലിറക്കി മറവ് ചെയ്തത് എന്തിനാണ്? അത് ഭൂമിയുടെ മേലെ തന്നെ എല്ലാവർക്കും കാണുക വെച്ചൂടായിരുന്നു. മണ്ണിലിറക്കി മറവ് ചെയ്തത് മേലെ വെച്ചാല് വാസനിച്ചു പോകും, സമയം കഴിഞ്ഞാൽ വാസനിച്ചു പോകും. മുഹമ്മദ് നബി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹു കാക്കട്ടെ. ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് എഴുതിയതാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയോട് കൂട്ടുകൂടാൻ നമുക്കാകുമോ? ഒരിക്കലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ജീർണിച്ചു പോകൂല. അജ്സാദൽ അംബിയാ, ഒരൊറ്റ നബിമാരുടെയും ശരീരം ജീർണിച്ചു പോകൂല. അല്ലേ? ഒരാൾ മരിച്ചാല്, സാധാരണ ഒരാൾ മരിച്ചാല് ബോഡി മറവ് ചെയ്യാതെ ഇപ്പോഴുള്ള കെമിക്കലും മറ്റൊന്നും ഇടാതെ, ഇപ്പൊ ഗൾഫിൽ നിന്നെല്ലാം മരിച്ചാല് പിന്നെ കൊണ്ടുവരുമ്പോ പെട്ടി പൊട്ടിക്കും. ഏടുന്നാ പെട്ടി പൊട്ടിക്കല്? ഒന്നുകില് നമ്മളെ വയ്ക്കുന്ന വെച്ചാ പെട്ടി പൊട്ടിക്കല് പൂക്കോത്തുന്നാ പൊട്ടിക്ക. പൂക്കോത്ത പള്ളി ആടെ അതിന്റെ സൗകര്യമല്ല. നമ്മളെ പാനൂര് ഭാഗത്ത് ആരും മരിച്ചാൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ആളെ പെട്ടി പൊട്ടിക്കൽ എന്നാ പറയാ. ആ പെട്ടി അഥവാ ഈ മയ്യത്ത് അടക്കം ചെയ്ത പെട്ടി, ഇത് 2-3 ദിവസം അവിടുന്ന് രേഖകളൊക്കെ ശരിയാക്കിയിട്ട് കൊണ്ടുവരുന്നു. അല്ലാഹു തആല അത്തരം മരണങ്ങളിൽ നിന്ന് നമ്മളെയും കുടുംബത്തെയും രക്ഷപ്പെടുത്തട്ടെ. ഞാനിവിടെ ദർസ് ആരംഭിച്ച ആ വർഷമാണ് എൻ്റെ കാരണവർ ഉമ്മയുടെ സഹോദരൻ ഹനീഫ 42 വയസ്സ് പ്രായമുള്ള അന്ന് മരിക്കുന്ന സമയത്ത് 2015 ആദ്യത്തെ നോമ്പിന് പുലർച്ചെയാണ്, അത്താഴത്തിന് എഴുന്നേറ്റപ്പോഴാണ് ആ വിവരം അറിയുന്നത്. ബഹ്റൈനിൽ നിന്ന് മരണപ്പെട്ടു പോയി. അല്ലാഹു തആല റമളാൻ 24-നാണ് ആണ്ട്. അല്ലാഹു തആല അവരുടെ ഖബർ സ്വർഗ്ഗ പൂങ്കാവനമായി കൊടുക്കട്ടെ. ആ രംഗം ഇപ്പോഴും ഇങ്ങനെ ഓർമ്മിക്കുകയാണ്. 2 ദിവസത്തിന് ശേഷം മയ്യത്ത് കൊണ്ടുവരുന്നതും ആ മയ്യത്ത് കാണാൻ കഴിയാത്ത അവസ്ഥയിൽ കരഞ്ഞുപോയതും ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. അല്ലാഹു അവരുടെ ബർസഖിയായ ജീവിതം റാഹത്തിലും സന്തോഷത്തിലുമാക്കട്ടെ. അങ്ങനെയുള്ള മരണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പോ മരണപ്പെട്ടാൽ ആ ബോഡി ഇപ്പോഴുള്ള കെമിക്കലും മറ്റുമൊക്കെ ഇട്ട് വെച്ച് കൊണ്ടുവരുന്നത് എന്തിനാ? ആ ബോഡി എല്ലാവരുടെയും ബോഡി, സാധാരണക്കാരെ നമ്മളൊക്കെ ബോഡി എന്താവും? ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് പല മാറ്റങ്ങളും വരും. ഇപ്പൊ ഒരാളിവിടെ മരിച്ച് മോന് അങ്ങനെ വരുന്നുണ്ട്, മോനങ്ങനെ വരുന്നുണ്ട്, അപ്പൊ ഓടുകയാണ്. ഫ്രീസർ റേഡിയാണല്ലേ, ഫ്രീസർ റേഡിയാണ് മറക്കടവിലുണ്ട്, നദാപുരത്തിന്റെ അങ്ങണ്ട് ഇങ്ങണ്ട് എല്ലാവരും പായാണ് ഫ്രീസർ സംഘടിപ്പിക്കാൻ. എന്തേ? നേരെ വെച്ചാൽ ആ ബോഡി മാറ്റങ്ങൾ വരും. പിന്നെ ആർക്കും അവിടെ നിൽക്കാൻ കഴിയില്ല. അല്ലേ? ഞാൻ ഇടയിൽ പറയട്ടെ, ആര് മരിച്ചാലും നമ്മളെല്ലാരും നമ്മളെ മക്കളോടും വസിയത്ത് ചെയ്യേണ്ട കാര്യമാണ്. മരിച്ചാൽ മയ്യത്ത് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, അതിനുള്ള സമയം കണക്കാക്കി ഉടനെ മറവ് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യണം എന്ന് എല്ലാവരോടും പറയണം. രാത്രി ആയാലും പ്രശ്നമില്ല, രാത്രിയിലും മറവ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോ ഒരു മയ്യത്ത് ആഗ്രഹിക്കുന്നത് എന്താണ്? ഉടനെ എന്റെ ശരീരം ഖബറടക്കം ചെയ്യപ്പെടണം എന്നാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ വേഗം മയ്യത്തെടുക്കാൻ ശ്രമിക്കണം. അതിനാണ് നമ്മളെല്ലാവരും വസിയത്ത് ചെയ്യേണ്ടത്. ഇത് ഒരാൾ വരുന്നുണ്ട്, ഉമ്മാന്റെ ഏട്ടത്തിന്റെ മോന്റെ പിന്നെ വീട്ടുവകയിൽ ഒരു പിയാപ്പിള വരുന്നുണ്ട്, ഓനെത്തിയിട്ടേ മയ്യത്തെടുക്കും പറഞ്ഞിട്ട് ഒരു മയ്യത്തിന് പിറ്റേന്ന് രാവിലെ വരെ വെക്കുകയാണ്. അങ്ങനെയൊന്നും പറ്റില്ല. സാഹചര്യവും സൗകര്യവും രാത്രിയിൽ ചിലപ്പോൾ മറവ് ചെയ്യാനും മറ്റുമൊക്കെ അസൗകര്യമുണ്ട് എങ്കിൽ നമുക്ക് കുറച്ച് നീട്ടാം. അത് പരമാവധി നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കണം. അല്ലാഹു
പെട്ടെന്നുള്ള മരണത്തിൽ നമുക്ക് കാവൽ നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള അവസ്ഥയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ ശരീരം മണ്ണ് തിന്നും. എന്നാൽ ഖുർആനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളുടെ ശരീരം മണ്ണിന് വേണ്ട. എനിക്ക് തന്നെ അനുഭവം ഉണ്ട്. എൻ്റെ നാട്ടിൽ ഒരുപാട് കാലം പള്ളിയുടെ മിമ്പറിന്റെ അടുത്ത് ഇരുന്ന് ഒരുപാട് ഖത്മുകൾ ഓതി തീർത്തൊരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് അഹമ്മദ് ഹാജിക്ക. ഒരു സ്കൂളിലെ അറബിക്ക് അധ്യാപകനായിരുന്നു. ആ അധ്യാപക ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയതിന്റെ ശേഷം പിന്നീട് മുഴുവൻ സമയവും പള്ളിയിലാണ്. രാവിലെ വരും, ളുഹാ നിസ്കരിക്കും, എന്നിട്ടതാ ഒരുപാട് നേരം ഖുർആൻ പാരായണം ചെയ്യും. എന്നിട്ടതാ പള്ളിക്കാട്ടിലേക്ക് കടക്കും. ഓരോ ഖബറിന്റെ അടുത്തും ഇങ്ങനെ ഇരുന്ന് ഫാത്തിഹ ഓതും. പിന്നെ കുറച്ച് കഴിഞ്ഞ് അടുത്ത ഖബറിന്റെ അടുത്ത് കുടുംബക്കാരോ എന്നോ നോട്ടമില്ല. കാണുന്ന ഖബറിനൊക്കെ സിയാറത്ത് ചെയ്ത് ളുഹറിന്റെ സമയമാകുമ്പോൾ വീണ്ടും വന്ന് കുളിച്ച് കുളത്തിൽ നിന്ന് കുളിച്ച് വൃത്തിയായി പള്ളിയിലിരിക്കും, ഖുർആൻ ഓതും, നിസ്കാരം നിർവഹിക്കും. വീണ്ടും അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രം വീട്ടിൽ പോകും. രാത്രിയിൽ ഉറങ്ങാൻ വേണ്ടി മാത്രം വീട്ടിൽ പോകും. ബാക്കി മുഴുവൻ സമയങ്ങളും പള്ളിയിലിരുന്ന് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആൾ. എന്റെ പുരയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ഖബർ ഉള്ളത്. അല്ലാഹു ഖബർ സ്വർഗ്ഗപൂങ്കാവനമാക്കട്ടെ. അദ്ദേഹത്തിന്റെ മരണാനന്തരം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. എന്തായിരുന്നു പ്രശ്നം? അവരുടെ ഒരു മകൻ ഒരു കേസ് കൊടുത്തു. കാരണം മരണം എങ്ങനെയാണെന്നറിയോ? സുബഹിയുടെ മുമ്പ് പള്ളിയുടെ കുളത്തിലിറങ്ങി കുളിച്ച് വൃത്തിയായി കയറിയിട്ട് എനിക്ക് ക്ഷീണമുണ്ടെന്ന് ഒരു മുഅല്ലിമിനോട് പറഞ്ഞു. അവരെല്ലാവരും അവരെ കൂട്ടിയിട്ട് പള്ളിയിൽ കിടത്തി. ആ സമയത്ത് മരിച്ചിട്ടില്ല, പള്ളിയിൽ കൊണ്ടുപോയി കിടത്തി. സുബഹി നിസ്കാരത്തിന്റെ സമയത്തോടടുക്കുമ്പോൾ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പള്ളിയിൽ കിടന്ന് മരിച്ചുപോയി. ആ സമയത്ത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഇദ്ദേഹത്തിന്റെ മകൻ ഒരു ഡോക്ടറായിരുന്നു. ദീനുമായൊരു ബന്ധവും അദ്ദേഹത്തിന് ഇല്ല. ദീനുമായി ബന്ധം നഷ്ടപ്പെട്ടു പോയി. അതേ, അദ്ദേഹം ഒരു കേസ് കൊടുത്തു. എന്താണ് കേസ്? എന്റെ ബാപ്പയെ, പിതാവിനെ പള്ളിയിലെ മുദരിസ് കൊന്നതാണ്, മുഅദ്ദിന് കൊന്നതാണ്. എന്റെ നാട്ടിലാണ് സംഭവം. മുഅദ്ദിന് കൊന്ന, ഞാൻ കുറ്റ്യാടി പഠിക്കുന്നു, മുഅദ്ദിന് കൊന്നതാണ്. അതുപോലെ തന്നെ ഖബർ കുഴിക്കുന്ന ഒരാളുണ്ട്, ബരീക്ക, ഓർ മരിച്ചുപോയി. എസ്.എം. കോയത്തങ്ങളെ വരെ ഖബറിൽ വെച്ച ആളായിരുന്നു ബരീക്ക. അല്ലാഹു തആല ഖബർ സന്തോഷത്തിനായി കൊടുക്കട്ടെ. അയാളാണ് മൂന്നാമത്തെ പ്രതി. പിന്നെ 4-5 പ്രതികള് ഇവരെ കൊണ്ടുപോയ മുഅല്ലിമീങ്ങളാണ്. ഇങ്ങനെ ഒരു കേസ്, ശരിയായ മാനസിക രോഗമാണ്. ഇപ്പോഴും അയാൾ മാനസിക രോഗമായി വീട്ടിന്റെ ഉള്ളിൽ വാതിലടിച്ചിരിക്കുകയാണ്. ഡോക്ടറാണ്. ഉപ്പാന്റെ പൊരുത്തക്കേട് കിട്ടിയത്, കേസ് കൊടുത്തു. എന്താ കേസ്? ഇങ്ങനെ കൊന്നതാണ്. ഒരുപാട് ശ്രമങ്ങൾ ഡിപ്പാർട്ട്മെന്റിൽ പല ആളുകളും, ക്രൈം ബ്രാഞ്ചിന്റെ ഉദ്യോഗസ്ഥന്മാര് വരെ പള്ളിയിൽ വന്ന് ഉസ്താദുമാരെ എല്ലാം ചോദ്യം ചെയ്ത്. എല്ലാവർക്കും അറിയാലോ, ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പേര് പറഞ്ഞ് നമ്മളിത് ഡ്യൂട്ടി ആയി പോയി ഉസ്താദ്, എന്ത് ചെയ്യാൻ? ഡിപ്പാർട്ട്മെന്റ് വരെ ഒരുപാട് ശ്രമം നടത്തി ഈ കേസ് പിൻവലിപ്പിക്കാൻ. കാരണം സ്വാഭാവിക മരണമാണെന്ന് എല്ലാവരും സാക്ഷികളാണ്. അന്ന് CCTV ഒന്നും മറ്റൊന്നും ഇല്ല. സുബ്ഹാനല്ലാഹ്, ഖബർ മാന്തിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ഓർഡർ വന്നു. ഖബർ മാന്തിയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ 3 മാസം കഴിഞ്ഞു. എന്റെ പുരക്കെന്ന് നോക്കിയാൽ ഇവിടുന്ന് ആ റോഡിന്റെ അത്ര ദൂരേ ഉള്ളൂ എന്റെ പുരയും ഈ ഖബറും തമ്മിൽ. 3 മാസം കഴിഞ്ഞിട്ട് അവിടെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി, ഞാൻ കുറ്റ്യാടിയാണുള്ളത്, എന്റെ ജ്യേഷ്ഠനും മറ്റ് എല്ലാവരും അതിന് സാക്ഷിയാണ്. 3 മാസം കഴിഞ്ഞ് ഖബർ മാന്തിയപ്പോൾ
ആ ഖബറിൽ കിടക്കുന്ന മയ്യത്ത് വെള്ളത്തിലാണ് ഉള്ളത്. മയ്യത്ത് വെള്ളത്തിലാണ് ഉള്ളത്. കഫം പുട പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. താടി രോമങ്ങൾ കൊഴിഞ്ഞു പോയിട്ടില്ല. എല്ലാവരും വിചാരിച്ചു വാസനിച്ച് നിർവാഹം ഉണ്ടാവില്ല. വാസനയും ഇല്ല, ചെറിയ ഒരു വാസന എന്നല്ലാതെ. 3 മാസം കഴിഞ്ഞ് ആ പോസ്റ്റ്മോർട്ടത്തിന് വന്ന ഫോറൻസിക് വിദഗ്ധന്മാരടക്കം അന്താളിച്ചു പോയി. അവർ പറഞ്ഞു 3 മാസം പോയിട്ട് 15 ദിവസമാണ് ഏകദേശം അതിന്റെ കണക്ക്. 15 ദിവസം കഴിഞ്ഞാൽ ശരീരത്തിൽ ഒറ്റ മാംസം ഉണ്ടാവില്ല, രോമം ഉണ്ടാവില്ല, എല്ലാം മണ്ണിനോട് ചേർന്ന് പോകും. ഇത് 3 മാസം കഴിഞ്ഞിട്ട് അത്ഭുതകരമായി മയ്യത്തിന് ഒരു പ്രശ്നവുമില്ല. അന്ന് പിറ്റേ ദിവസം സിറാജ് പത്രത്തിൽ ആ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ മയ്യത്തിന് അത്ഭുതകരമായ അവസ്ഥയാണ് ഉള്ളത് എന്ന് മാധ്യമത്തിലും റിപ്പോർട്ട് വന്നു. അന്ന് ഞാൻ അതൊക്കെ എടുത്തു വെച്ചിരുന്നു. മാധ്യമത്തിൽ റിപ്പോർട്ട് വന്നു. എന്താ അത്? ചില മണ്ണിന്റെ പ്രത്യേകതകളാൽ ബോഡിക്ക് കേടുപാടുകളൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മാധ്യമത്തിന്റെ അഭിപ്രായത്തിൽ കറാമത്ത് മണ്ണിനാണ്, നമ്മളെ അഭിപ്രായത്തിൽ കറാമത്ത് ഇവർക്കാണ്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളായിരുന്നു. ആ കേസൊക്കെ പരാജയപ്പെട്ടു പോയി. ആ സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിന്റെ സ്വഭാവം. ഞാൻ കുറ്റ്യാടിയിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുമ്പോ പൊരുക്കുന്ന് ഇറങ്ങി പോകുമ്പോ പള്ളിയിൽ പൊരുക്കുന്ന് ഉമ്മാമ പറഞ്ഞതാണ്, പള്ളി കയറിയിട്ട് അമ്മദാജിക്കാനോട് പൊരുത്തവുമായിട്ട് പോയിക്കോന്ന് പറഞ്ഞ് ഞാനിപ്പോ ഓർമ്മിക്കാം. ഞാൻ പള്ളി കയറിയിട്ട് പറഞ്ഞ ഇങ്ങനെ കുറ്റ്യാടിയേക്ക് പോവാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്തു തന്നിട്ടുണ്ട് അദ്ദേഹം. അല്ലാഹു തആല ഖബർ സ്വർഗ്ഗപൂങ്കാവനമായി കൊടുക്കട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഞാൻ ഈ അനുഭവം പറഞ്ഞത് പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ സ്വഭാവം എനിക്ക് നേരിട്ടറിയാം. എല്ലാ സമയവും മരിക്കുന്ന അന്ന് രാത്രിയോ സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിൽ പോയാൽ പിന്നെ സുബൈന്റെ കുറെ മുമ്പ് തഹജ്ജുദിന്റെ സമയത്താണ് പള്ളിയിലേക്ക് വരല്. എന്നാൽ അന്ന് മരിക്കുന്ന അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് വീണ്ടും പള്ളിയിലേക്ക് തന്നെ വന്നു. അർദ്ധരാത്രി വരെ പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി. എന്നിട്ടാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ടാണ് പ്രത്യക്ഷമായി തന്നെ നമ്മൾ കണ്ടത് ഖബറ്. ആ ഖബറിൽ മണ്ണിനോട് ചേർന്നു പോകാതെ അവരുടെ ശരീരം അല്ലാഹു സംരക്ഷിച്ചു. ബഹുമാനപ്പെട്ട കെ.വി. ഉസ്താദ് അവര് പറഞ്ഞു, ഇത് ജനങ്ങൾക്കെല്ലാം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല ഇങ്ങനെ അയാൾക്ക് കേസ് കൊടുക്കാനൊക്കെ തോന്നിച്ചത്. അതുകൊണ്ട് അതിലും ഒരു ഖൈറുണ്ട് എന്ന് പറഞ്ഞ് ആളുകളെ സമാധാനിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യനെ ബഹുമാനിക്കാൻ വിചാരിച്ചാൽ പിന്നെ ഒരാൾക്കും നിന്ദിക്കാൻ കഴിയില്ല. അതാണ് ഈ ഹദീസിൽ പറഞ്ഞത്, ഫമൻ അക്റമഹും, ഖുർആൻ ഓതുന്നവരെ ബഹുമാനിച്ചാൽ ഫഖദ് അക്റമഹുല്ലാഹ്, അവരെ അല്ലാഹു ബഹുമാനിച്ചു. വമൻ അഹാനഹും, ഖുർആൻ ഓതുന്നവരെ ഒരാൾ നിസ്സാരപ്പെടുത്തിയാൽ ഫഖദ് അഹാനഹുല്ലാഹ്, അവരെ അല്ലാഹു തആല നിസ്സാരപ്പെടുത്തി. ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 3-4 ദിവസം പറഞ്ഞാൽ തീരൂല. അത്രയും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, യാ അബൂ ഹുറൈറ, മാ ഇൻദല്ലാഹി അഹദുൻ അക്രമ മിൻ ഹാമിലിൽ ഖുർആൻ, ഖുർആൻ ചുമക്കുന്ന ആളേക്കാൾ അല്ലാഹുവിന്റെ അടുക്കൽ ബഹുമാനമുള്ള ആളുണ്ടോ? അതേ, അത്രയും വലിയ പവറാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വെച്ചിട്ടുള്ളത്. അതേ പരിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുർആൻ നാളെ ആഖിറത്തിൽ നമുക്ക് അല്ലാഹുവിൽ ശുപാർശകനാണ്. അല്ലാഹുവിൽ നമുക്ക് ശുപാർശ ചെയ്യുന്നതാണ്. ഖുർആൻ മൊത്തത്തിൽ ഷാഫിആണ്. ഖുർആനിലെ ഓരോ സൂറത്തുകളും ആയത്തുകളുമൊക്കെ നമുക്ക് ശുപാർശ നിൽക്കുന്നു.
ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ വിഷയകമായി പറയാനുണ്ട്. അത് നമുക്ക് നാളെയും മറ്റും ദിവസങ്ങളിലും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞതിന്റെ ചുരുക്കം, പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ അവർക്ക് ലാഭകരമായ കച്ചവടമാണ് അവർ നടത്തുന്നത്. അത് ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറഞ്ഞു. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം ഓതിയാൽ പോരാ, പിന്നെയോ ഖുർആൻ പാരായണത്തെ പതിവാക്കണം, പതിവായി ഓതണം. ഇപ്പോൾ അടുത്ത് പാനൂരിൽ നിന്ന് മരണപ്പെട്ടു പോയ കീഴന ഉസ്താദിന്റെ പ്രമുഖ ശിഷ്യനാണ് പാനൂര് അലി മുസ്ലിയാർ. അല്ലാഹു തആല അവരുടെ ബർസഖി ലോകം സ്വർഗ്ഗപൂങ്കാവനമായി അവരുടെ ഖബറിനെ അല്ലാഹു മാറ്റട്ടെ, ദറജേറ്റി കൊടുക്കട്ടെ. ഒരുപാട് മഹത്വമുള്ള വലിയ പണ്ഡിതനാണ്. ആ മഹാനവറുകൾ അതേ ഫുജൈറയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ദുബായിൽ നിന്ന് മരിച്ചു. അവിടെ തന്നെ മരിച്ചാൽ അവിടെ തന്നെ മറവ് ചെയ്യാൻ വസിയ്യത്ത് ചെയ്തതാണ്. ആ മഹാനവറുകൾ പലർക്കും കൊടുത്ത ഉപദേശമാണ്, എല്ലാ ദിവസവും രാവിലെ ഒരു യാസീൻ ഓതിക്കോ. ആർക്കാ യാസീൻ ഓതേണ്ടത്? അന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഒരു യാസീൻ ഓതിക്കോ. എല്ലാ ദിവസവും അങ്ങനെ ഒരു യാസീൻ ഓതിക്കോ എന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ദായിമാക്കുമ്പോൾ അത് വലിയ പവിത്രതയുള്ളതാണ്. ഖുർആൻ ഓതണമെന്ന് പറയുമ്പോൾ അത് ദായിമാക്കണം, എപ്പോഴും എപ്പോഴും ഓതണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഓതേണ്ട സൂറത്തുകളുണ്ട്, എപ്പോഴും ഓതേണ്ട ആയത്തുകളുണ്ട്. അതിനൊക്കെ സംബന്ധിച്ച് നമുക്ക് പിന്നെ പറയാം. അങ്ങനെ പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അത് ദായിമാക്കുമ്പോൾ അല്ലാഹു തആല ലാഭം മാത്രം നമുക്ക് തരുന്നു. ലിയുവഫിയഹും ഉജൂറഹും, അവരുടെ പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയാണ്, ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. വയസീദഹും മിൻ ഫളിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യം വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ടോ ഇന്നഹു ഗഫൂറുൻ ശകൂർ, അല്ലാഹുവിനെ വഴിപ്പെട്ടവർക്ക് അല്ലാഹു തആല എല്ലാം പുറത്തു കൊടുക്കുകയാണ്. തൗബ ചെയ്യുന്നവർക്ക്, വഴിപ്പെട്ടവർക്ക് അല്ലാഹു പ്രതിഫലത്തെ വർദ്ധിപ്പിച്ചു കൊടുക്കുകയാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല.